എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെ കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സരുവിന്റെ കുഞ്ഞിനെയൊക്കെ കൊഞ്ചിച്ചോടെ സിറ്റൗട്ടിൽ ഇരിക്കുവാണ്. ആ സമയത്താണ് താര സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വരുന്നത്. താര ആ കാഴ്ച കണ്ടു. പെട്ടെന്ന് താരയ്ക്ക് കുഞ്ഞിനെ ഒന്ന് കൊഞ്ചിച്ചാൽ കൊള്ളാമെന്നൊരു മോഹമൊക്കെ മനസ്സിൽ തോന്നുവാണ്. തന്റെ പേരക്കുഞ്ഞല്ലേ, തന്റെ കുഞ്ഞല്ലേ, അപ്പൊ അതിനെ കൊഞ്ചിക്കാനുള്ള ഒരു മോഹമൊക്കെ മനസ്സിൽ തോന്നൂലോ. പിന്നീട് നേരെ അപ്പുറത്തേക്ക് ചെല്ലുവാണ്, സരുവിന്റെ വീട്ടിലേക്ക് ചെല്ലുക. ഈ സമയത്ത് ശാരി മനസ്സിലോർത്തു, എന്റെ ഭഗവാനെ, ഇതേ താരയാണല്ലോ വരുന്നത്, ഇവൾ എന്തിനുള്ള പുറപ്പാടാ, കുഞ്ഞിനെ എങ്ങനെ എടുക്കാൻ വന്നെങ്കിൽ ദൈവമേ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയം താര നോക്കി കഴിഞ്ഞപ്പോഴത്തേനും സരുവിനെ അവിടെയെങ്ങും കണ്ടില്ല. അങ്ങനെയാണ് കുഞ്ഞിനെ അടുത്തുനിന്ന് കൊഞ്ചിക്കാം എന്ന് കരുതി അങ്ങോട്ടേക്ക് എത്തുവാണ്. പിന്നീട് ശാരിയുടെ അടുത്ത് വന്നിട്ട് കുഞ്ഞിനെ ഒന്ന് തരാവോന്ന് ചോദിക്കുക. ശാരിക്ക് കുഞ്ഞിനെ കൊടുക്കാതിരിക്കാൻ പറ്റില്ല, കാരണം കുഞ്ഞിന്റെ അമ്മുമ്മയാണ്, അപ്പൊ കൊടുക്കാതിരിക്കാൻ പറ്റില്ലോ. അങ്ങനെ ശാരി എന്ത് ചെയ്യാണ്, കുഞ്ഞിനെ താരയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് കുഞ്ഞിനെ ഒന്ന് കൊഞ്ചിക്കാനായിട്ട് തുടങ്ങി കഴിയുമ്പോഴത്തേനുമാണ് ഒരു കാർ അങ്ങോട്ട് വന്നിരിക്കുന്നത്. ആ കാറിനകത്തുനിന്ന് സരയും ഇങ്ങോട്ട് ഇറങ്ങുവാണ്. പെട്ടെന്ന് തന്നെ ശാരി കുഞ്ഞിനെ പിടിച്ചു വാങ്ങുവാണ്. ഇനി എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്ന അറിയത്തില്ല. അങ്ങനെ അവൾ അങ്ങോട്ട് വന്നിട്ട് താരയോട് നിന്നോട് ആരുടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് എന്നും പറഞ്ഞിട്ട് താരയുടെ കവളത്തിനിട്ട് അടിക്കുകയാണ്. തലങ്കം ബലം അടിച്ചാൽ മുടിക്കുത്തിനൊക്കെ പിടിച്ച് അങ്ങനെ വലിച്ചങ്ങോട്ട് കൊല്ലാനായിട്ട് ശ്രമിക്കണ സമയത്ത് ദീപ അങ്ങോട്ടേക്ക് അപ്പുറം സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വരുന്നത്. ദീപ ഈ കാഴ്ച കണ്ടു. പെട്ടെന്ന് കല്യാണി ഇറങ്ങി വരുവാണ്. അവർ രണ്ടുപേരും കൂടെ ഓടി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ട് സരുവിന്റെ പിടിയിൽ നിന്ന് താരേനെ മോചിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. പിടിവിടാനായിട്ട് കുറെ ശ്രമിച്ചു കഴിഞ്ഞു. ഒടുക്കമാണ് അങ്ങനെ പിടിയൊന്ന് വിട്ടത്. അപ്പത്തേനും താരയോട് പറഞ്ഞു, നിനക്ക് നാണമില്ലേ, നിങ്ങൾ എന്റെ കുഞ്ഞിനെ എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയു കിടന്ന് ആക്രോശിക്കുകയാണ്. ഈ സമയത്ത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സഹിച്ചില്ല കല്യാണിക്ക്. കല്യാണി പറഞ്ഞു, നീ എന്താടി പറഞ്ഞേ, നിന്റെ കുഞ്ഞിനെ ഒന്ന് എടുത്തോണ്ട് എന്താ സംഭവിക്കുന്നേ, ഇവരങ്ങനെ എന്റെ കുഞ്ഞിനെ എടുക്കണ്ടെന്ന് പറയാം. നീ കൂടുതലങ്ങടെ അഹങ്കാരം കളിക്കില്ല സരയും, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. നീ എന്റെ കിരണേട്ടനെ കൊല്ലാനായിട്ട് ശ്രമിച്ചല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവള് പറഞ്ഞു, ഞാൻ കൊല്ലാൻ നോക്കിടി, അവനെ മാത്രമല്ല നിന്നെ ഞാൻ കൊല്ലൂന്ന് പറയാണ്. ഇത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, എന്നാ ചുണയുണ്ടേ വാടി ഒന്ന് കാണിച്ചെന്ന് പറയണൊക്കെ ഒന്ന്, എന്നാ കാണിക്കാടി എന്ന് പറഞ്ഞിട്ട് സരി വന്നിട്ട് കല്യാണിയുടെ കഴുത്തിന് കുത്തിപ്പിടി കല്യാണിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. ഈ സമയം ദീപ അവിടെ നിൽക്കുന്നുണ്ട്. ദീപയ്ക്ക് അറിയാം ഇതും കൊണ്ടൊന്നും ഒന്നും ആകാൻ പോകുന്നില്ലെന്ന്. കുത്തിപ്പിടിച്ചിരിക്കുന്ന കല്യാണി വെറുതെ ഇരിക്കാൻ പോകുന്നുണ്ടോ. കല്യാണി പറഞ്ഞ് കൈ എടുക്കടിന്ന് പറയണേ. ഇല്ലാന്ന് പറയണം. കൈ എടുക്കാനാ പറഞ്ഞു നിന്നോട്, നിന്നെ കാണിച്ചു തരാടിന്ന് പറഞ്ഞോണ്ട് സരിയു കല്യാണി അടിക്കാനൊക്കെ ശ്രമിക്കണം. ഒട്ടും മടിച്ചില്ല. സരിയുവിന്റെ കൈ അങ്ങോട്ട് തട്ടി മാറ്റിയിട്ട് കല്യാണി ആ കവളത്ത് തലങ്കും മലങ്കും ഒരു 3-4 ചടി കൊടുത്തിട്ട് അവളെ അങ്ങോട്ട് തള്ളി വിടുവാണ്. അവളെ എടുത്തടിച്ച പോലെ ആ നിലത്തേക്ക് കിടന്നു. നീ എന്താ അടി കരുതിയത്, താരാന്റീനെ അങ്ങനെ അടിച്ചൊതുക്കി ഒരു മൂലയ്ക്ക് ഇടാന്നോ, അതൊക്കെ നിന്റെ വെറും മോഹമാന്ന് പറയണം. അപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് ഈ കാഴ്ച കണ്ട മനോഹർ വരുന്നേ. മനോഹറിനെ കണ്ടതും സരി പറഞ്ഞു, കണ്ടില്ല മനുവേട്ടാ, അവൾ എന്റെ കവളത്തടിച്ചു, അവളെ കർണം അടിച്ചു പോയിക്കെന്നൊക്കെ പറയണം. പെട്ടെന്ന് മനോഹർ ഇങ്ങനെ നോക്കി കല്യാണീനെ. പിന്നീട് പറഞ്ഞു, അതെ ഞാൻ എങ്ങനെയാ സരി പെണ്ണുങ്ങളുടെ ദേഹത്ത് കൈവെക്കുന്നേ, അത് മോശമായിട്ടുള്ള കാര്യമല്ലേ, ഞാൻ സ്ത്രീകളുടെ ദേഹത്ത് കൈവെക്കില്ല എന്ന് പറയണം. ഇത് കേട്ടതും കല്യാണി പറഞ്ഞു, അവനൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ലടി, അവന് എന്റെ ദേഹത്ത് കൈവെക്കാൻ പോയിട്ട് അവന് കൈ ചലിപ്പിക്കില്ലോ എന്ന് പറയാം. പിന്നെ അവൻ എന്റെ ഭർത്താവാന്ന് പറയണം. ഭർത്താവാണ് പോലും, നീ അധികം വൈകാതെ വിധവയാവും. അല്ല ഇനി വിധവയാവെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ അവൻ കല്യാണം കഴിച്ചു എന്ന് മനോഹര, അന്നോട്ട് നീ വിധവയായതാന്ന് പറയാ. നീ എന്താടി പറഞ്ഞേ, അതേടി പറഞ്ഞാൽ എന്താ തെറ്റിരിക്കണേ, ചോദിച്ചു നോക്ക് നിന്റെ ഭർത്താവെന്ന് പറയുന്ന ആ കോന്തനോടെന്ന് പറയണം. ഇതെല്ലാം കേട്ടിട്ടും മനോഹർ ഇങ്ങനെ ചൂള് നിൽക്കുക. മനോഹർ നാവ് ചലിപ്പിക്കാൻ പറ്റില്ല. നാവ് ചലിപ്പിച്ചിട്ടുണ്ട് തന്റെ അവസാനമാണെന്ന് മനസ്സിലായി. പോരാത്തിന് ഇങ്ങനെ തലയ്ക്ക് കല്യാണിയെ നിൽക്കുന്നേ. ആ സമയത്ത് താരയുടെ അടുത്ത് എന്നിട്ട് ദീ പറഞ്ഞു, താര എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ ചോദിക്കുകയാണ്. പോട്ടെ എന്ന് പറയാണ്. പിന്നീട് സരുവിന്റെ അടുത്ത് പറഞ്ഞു, ദീ പറഞ്ഞു, അതെ എന്റെ മോളെ കഴുത്തിന് കുത്തി പിടിച്ചു കഴിയുമ്പോഴും ഞാനൊന്നും മിണ്ടായിരുന്ന എന്താണെന്നറിയോ, എനിക്കറിയാം എന്റെ മോൾ ആരാ എന്താന്നൊക്കെ, നിന്റെ കർണം പോയിക്കാനുള്ള കഴിവ് അവൾക്ക് ഉണ്ട് എന്നെനിക്ക് അറിയാവുന്നിട്ട് തന്നെയാ ഞാനൊന്നും മൈൻഡ് ചെയ്യാതിരുന്നേ. അവളുടെ കയ്യിൽ നിന്നും കൊണ്ടൊന്നും മേടിച്ചിട്ടുണ്ടെങ്കിൽ നീ തറയെ വീഴാനുള്ളെന്ന് പറയണം. ഇത് കേട്ടപ്പോ സരയെ പറഞ്ഞു, അവൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയണം. കല്യാണം നീ എന്ത് ചെയ്യാനാ, ഇതേ ഇതുണ്ടല്ലോ നല്ലതായിട്ട് അധ്വാനിച്ച കയ്യാ, ഇത് വെച്ച് 2 മേടിച്ചിട്ടുണ്ടല്ലോ, നീ ഇവിടെ ബോധം കെട്ട് വീഴും, പിന്നെ നിനക്ക് ഇവിടെ എഴുന്നേക്കാൻ കഴിയില്ലെന്ന് പറയണം. ഇതൊക്കെ കേട്ടോണ്ട് ഒന്നും മിണ്ടാതെ മനോഹർ നിൽക്കുകയാണ്.
മനോഹറിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, മനുവേട്ടൻ എന്തെങ്കിലും മിണ്ടായിരിക്കണമെന്ന് നിൽക്കും. മോളെ ഇപ്പൊ ഒരു വഴക്കിനും പ്രശ്നത്തിനൊന്നും പോണ്ട, എന്തിനാ ഒരു വഴക്കുണ്ടാക്കുന്നത്, ഇങ്ങോട്ട് വരാൻ പറയാണ്. മോള് ഒന്ന് കയറിപ്പോക്കി, എന്തിനാ ഇവിടെ കിടന്ന് വെറുതെ അലമ്പും വഴക്കുണ്ടാക്കണേന്ന് പറയാണ്. അങ്ങനെ സരുവിനെ അങ്ങ് അനുനയിപ്പിച്ച് അങ്ങോട്ട് കയറ്റി വിടുവാണ്. ഈ സമയത്ത് താരനെ കൂട്ടിക്കൊണ്ട് കല്യാണിയും ദീപയും കൂടെ വീട്ടിലേക്ക് വരുവാണ്. ഈ സമയം മനോഹർ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നോക്കി നിൽക്കുമ്പോഴത്തേനും മനോഹറിന്റെ അടുത്ത് നിന്നിട്ട് ശാരി പറഞ്ഞു, എടാ ചെന്ന് ആശ്വസിപ്പിക്കണം മോളെ, ഇവിടെ പോത്തുപോലെ നിൽക്കാതെ ചെന്ന് ആശ്വസിപ്പിക്കാനൊക്കെ പറഞ്ഞിട്ട് സരുവിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുവാണ്. ആ സമയം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ താരയോട് കല്യാണി വെച്ചു, അല്ല ആന്റി എന്തിനാ അങ്ങോട്ടേക്ക് പോയെന്ന് ചോദിക്കുക. ഞാൻ മോളെ കാണാൻ വേണ്ടി പോയതെന്ന് പറയണ. പെട്ടെന്ന് ദീ പറഞ്ഞു, അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അവളുടെ സ്വഭാവം നന്നായിട്ട് അറിയായിരുന്നല്ലോ. വൃത്തികെട്ട സ്വഭാവം അവളുടെ, എന്ത് ചെയ്യാനും മടിക്കില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയ സമയത്ത് അവള് കർണം അടിച്ചു പോയിച്ച് തലമുടി കുത്തിരി പിടിച്ച് കൊല്ലാനായിട്ട് ശ്രമിച്ചില്ലേ? എന്നിട്ട് എന്തേലും ചെയ്യാൻ പറ്റുമോ? താരയ്ക്ക് അത് കൊണ്ടുകൊണ്ട് നിൽക്കാനല്ലേ പറ്റുള്ളൂ എന്ന് ചോദിക്കുകയാണ്. ഈ സമയം കല്യാണി പറഞ്ഞു, അമ്മ വഴക്കൊന്നും പറയണ്ട, അറിയാലോ ഭാവ ഒരു പക്ഷേങ്കില് കുഞ്ഞിനെ കൊഞ്ചിക്കാനുള്ള മോഹം കാരണമല്ലേ, വെറുതെ എന്തിനാ വഴക്ക് പറയണേ? പേരക്കുഞ്ഞിനെ കൊഞ്ചിക്കാനുള്ള ആ ഒരു മോഹം കൊണ്ട് ചെയ്ത കാര്യമല്ലേ, ഇനിയിപ്പോ വെറുതെ വഴക്കൊന്നും പറയണ്ട, ഒന്നുമല്ലേലും കൊച്ചുമോളല്ലേ എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ട് ഇനി എന്തിനാ വെറുതെ ആന്റീനെ വഴക്ക് പറഞ്ഞ മനസ്സ് വേദനിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറയും. എന്നാലും താരയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിലോ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയെന്ന് ചോദിക്കാം. എല്ലാരും കൂടെ വന്ന് നമ്മളെ ചോദ്യം ചെയ്യില്ല, അപ്പൊ നമ്മൾ എന്ത് മറുപടി പറഞ്ഞാണെന്ന് ചോദിക്കാം. അതൊക്കെ ശരി തന്നെ അമ്മേ, പക്ഷേങ്കില് ഇവിടെ സ്വന്തം കൊച്ചുമോളെ ആ കൊഞ്ചിക്കാനുള്ള ആ സ്നേഹക്കൂടുതലുണ്ടല്ലേ, ആ ഇഷ്ടക്കൂടുതലുണ്ടല്ലേ അങ്ങോട്ട് ചെന്നൈന്നൊക്കെ പറയണം. ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ദീപയ്ക്ക് മനസ്സിലായി. പിന്നീട് കല്യാണി അകത്തേക്ക് കയറി പോവാണ്. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനുമാണ് കിരൺ വരുന്നത്. കിരൺ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി ഈ കാര്യങ്ങളൊക്കെ പോയി പറയുവാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കിരൺ പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല കല്യാണി എന്ന് പറയാം. എനിക്ക് നല്ല ദേഷ്യമായിരുന്നു, കിരണേട്ടനെ കൊല്ലാൻ ശ്രമിച്ചൊക്കെ എന്റെ മനസ്സിൽ കിടക്കുമല്ലേ, ആ ദേഷ്യമെല്ലാം തീർത്തിട്ട് അവളുടെ ചെകിടടിച്ച് നാളിനെ അങ്ങോട്ട് പൊട്ടിച്ചെന്ന് പറയണം. അതെന്താളുടെ ഒട്ടും കുഴപ്പമില്ല, നല്ലതായെന്ന് പറയണം. അല്ല നമുക്ക് ആ മനോഹറിനെ ഒന്ന് കാണാന്ന് പറയണം. മനോഹറിനെ കണ്ടോ, അവനെ ഞാനൊന്ന് വിളിക്കട്ടെ, അവനോട് കാര്യങ്ങളൊക്കെ കുറച്ച് ചോദിച്ചറിയാനുണ്ട്, എന്തൊക്കെയാണെന്ന് എവിടം വരെ എത്തിയെന്ന് അറിയണമല്ലോ നമുക്ക് എന്ന് പറയണം. പിന്നീട് മനോഹറിനെ വിളിച്ചിട്ട് ഇന്ന സ്ഥലത്തേക്ക് വരാനായിട്ട് പറയണം. അതിനുശേഷം കല്യാണിയോട് കിരൺ പറഞ്ഞു, ഇനി ഞാൻ നോക്കിയിട്ട് ഒരു മാർഗമുള്ളൂ, അടുത്ത ദിവസം ചോറ് കൊടുക്കുകയെന്നല്ലേ പറഞ്ഞത്, കുഞ്ഞിന്റെ ചോറ് കൊടുക്കുകയെന്ന് ആന്റി പറഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിൽ കുഞ്ഞിന്റെ ചോറ് കൊടുക്കേണ്ട സമയത്ത് നമുക്കൊരു കളി തന്നെ കളിക്കാം. അങ്ങനെ ഒരു കാരണവശാലും ഈ പറയുന്ന സരുവിനെ ഞങ്ങൾ വളരാനായിട്ട് അനുവദിക്കില്ല കിരണേട്ട എന്നൊക്കെ പറയണം. പിന്നീട് അവര് മനോഹറിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. മനോഹറിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കിരൺ ചോദിച്ചു, എടാ നിന്റെ ഭാര്യയുടെ അമ്മ ആരാന്നുള്ള സത്യങ്ങളൊക്കെ തിരിച്ചറിയാന്ന് ചോദിക്കുക. പെട്ടെന്ന് ഒരു നിമിഷം മനോഹരൻ ഞെട്ടി, തുറന്നു പറയണോ സത്യം? വേണ്ട, തുറന്ന് പറയാതിരിക്കുന്നതായിരിക്കും തനിക്ക് ബുദ്ധി. പെട്ടെന്ന് പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്ന് എനിക്ക് തോന്നിയെന്ന് പറയണം. അതാ നിനക്ക് അറിയത്തില്ലാത്ത? അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ലോ, അവളുടെ അമ്മയോട് സ്നേഹം കാണിക്കത്തില്ലെന്ന് ചോദിക്കാം. പിന്നെ സാരയോ സ്നേഹം കാണിക്കാൻ പോലും അവളുടെ അമ്മയോട് നീ എന്തൊക്കെയാണേ പറയണേ? അവളെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നീ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയാണ്. അവൾ ഒരിക്കലും അങ്ങനെ സ്നേഹമൊന്നും കാണിക്കില്ല, എങ്ങനെയെങ്കിലും കൊന്നു തള്ളാനായിട്ടോ ശ്രമിക്കുള്ളൂ എന്നൊക്കെ പറയാണ്. പിന്നീട് പറഞ്ഞു, നിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വിളിപ്പിച്ച് എന്തിനാണെന്നറിയോ? ഇല്ല അറിയത്തില്ല സാറേ, എന്തിനാന്ന് ചോദിക്കണം. അത് പിന്നെ നാളെ അല്ലടാ കൊച്ചിന്റെ ചോറ് കൊടുക്കലെന്ന് ചോദിക്കണം. അതെ, ചോറ് കൊടുക്കുന്ന സമയത്ത് താരാന്റിയുടെ മടിയിലിരുത്തി വേണം കൊച്ചിന് ചോറ് കൊടുക്കാനെന്ന് പറയാം. ഒന്ന് ഞെട്ടിപ്പോയി മനോഹർ. അല്ല എന്താ കിരൺ സാറേ പറയണെന്ന് ചോദിക്കാം. മനസ്സിലായില്ലേ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ നിന്റെ കാര്യത്തിലുള്ള തീരുമാനവും നിന്റെ കള്ളക്കളികളൊക്കെ ഞങ്ങളെ കൊണ്ട് വിളിച്ചു പറയുമെന്ന് പറയാം. സാറേ ഇങ്ങനെയൊന്നും പറയരുത്, പിന്നെ നിനക്കറിയാലോ, ദേ എന്റെ ഭാര്യേനെ അവളുടെ കഴുത്ത് ഞെരിച്ചു, കൊല്ലാൻ ശ്രമിച്ചു, എന്നെ കൊല്ലാൻ ശ്രമിച്ചു. അവളെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, അവളെ അങ്ങനെ വെറുതെ വിടാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയണേ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, മര്യാദയാണ് മര്യാദ, ഇത്രയും കാലം സഹിച്ചു ക്ഷമിച്ചു മുന്നോട്ട് പോയി, പക്ഷെ ഇനി അങ്ങനെ പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ടോ മനോഹർ പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോ, ഞാൻ എന്തിനും സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, അവിടെ എന്ത് നടന്നാലും ഇവിടെ വന്ന് പറയണം എന്നൊക്കെ മനോഹറിനോട് പറയണം. അവൾ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ അമ്മ താരാന്റിയാന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം വന്ന് പറയണമെന്ന് പറയാം. അതൊക്കെ പറഞ്ഞോളാം സാറേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മനോഹർ അങ്ങോട്ടേക്ക് പോകുന്നത്. പിന്നീട് മനോഹർ വീട്ടിലേക്ക് ചെല്ലുവാണ്. മനോഹർ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സരയോ അങ്ങോട്ടേക്ക് വന്നു. സരയോ വന്നു കഴിഞ്ഞപ്പോഴത്തേനും മനോഹർ പറഞ്ഞു, മോളു നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം നിൽക്കും, ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു. അല്ല മനുവേണ്ട എന്താ എവിടെ പോയതാ? ഞാൻ പുറത്ത് വരെ പോയതാ, അപ്പൊ ആ
നിന്റെ അമ്മേനെ കണ്ടായിരുന്നു പറയും. അമ്മേനെ ഏതമ്മേനെ? ശാരിയമ്മേനെയോ? ശാരിയമ്മയാണോ നിന്റെ യഥാർത്ഥത്തിലുള്ള അമ്മ? ഓ അവരോ? അവരെ ഞാനായിട്ട് അമ്മയായിട്ടൊന്നും കണക്ക് കൂട്ടിയിട്ടില്ലെന്ന് പറയാ. മോളെ നീ അങ്ങനൊന്നും പറയരുതെന്ന് പറയണം. പിന്നെ എങ്ങനെ പറയണം മനുവേട്ടാ? ദേ ഒന്നുമില്ലേലും നിന്റെ ഒറിജിനൽ അമ്മയല്ലേ ഇപ്പൊ കാണുന്ന നിന്റെ പേരക്കുഞ്ഞല്ലേ? നിന്റെ പേരക്കുഞ്ഞല്ല, നിന്റെ അമ്മയുടെ കൊച്ചുമകളല്ലേ? അപ്പൊ പിന്നെ എങ്ങനെയാ? അവരെത്രയൊക്കെ നീ അവരെ തഴയാൻ ശ്രമിച്ചാലും അവര് നിന്റെ അമ്മയല്ലാതെ ആവുന്നില്ല. അതുകൊണ്ട് നീ അവരെ ഒഴിവാക്കി ഇങ്ങനെ നിർത്തല്ലെന്ന് പറയണം. ഇടയ്ക്ക് കാണാൻ വരുമ്പോ നീ ഒന്ന് കാണാനായിട്ട് മുഖം കൊടുക്കുക, കുഞ്ഞിനെ ഒന്ന് കാണിക്കും ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ മോശക്കാരല്ലേ നിൽക്കും. മനുവേണ്ട എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇച്ചിരി അനുകമ്പ കൂടുതലുണ്ട്. അതുകൊണ്ടാ എനിക്ക് ആ സ്ത്രീയുടെ സങ്കടം കണ്ടു നിൽക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ടാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ സരി പറഞ്ഞു, അതേ മനുവേട്ട അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് പറയും. നീ എന്താ അങ്ങനെ പറയണേ? ഒരു പക്ഷെ അവളുടെ ഒരു കുഞ്ഞുടുപ്പൊക്കെ ആയിട്ട് കൊച്ചിന് ചോറ് കൊടുക്കേണ്ട സമയത്ത് കയറി വന്നാൽ നിനക്ക് തടയാൻ പറ്റുമോ? സരിയു നിനക്ക് തടയാൻ പറ്റുന്ന കാര്യമാണെന്ന് നിൽക്കും. പിന്നെ അവരിങ്ങോട്ട് വരട്ടെ കുഞ്ഞുടുപ്പായിട്ട്, അന്ന് അവരുടെ ഉടുപ്പും അവരെ ഞാൻ പിടിച്ച് തള്ളിക്കളയും, വല്ല ഡാമിലും കൊണ്ട് കെട്ടി താത്തു എന്നൊക്കെ പറയണം. അത് കേട്ടതും മനോഹർ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെയാ നിന്റെ പോക്കെങ്കിൽ എനിക്കും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും അനുസരിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ പാട് നോക്കി പോന്ന് പറയണം. അങ്ങനെ മനോഹർ പറയുന്ന ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. സരിയു പെട്ടെന്ന് പേടിച്ചു. മനുവേട്ടൻ എന്താ പറയണേ? എന്നെ ഉപേക്ഷിച്ച് പോകുന്നോ? ഉപേക്ഷിച്ച് പോകുന്നല്ല മോള് പറഞ്ഞേ. നിനക്ക് ഞാൻ പറയുന്നൊന്നും അനുസരിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങോട്ടേലും പോകും, ഞാൻ ഇവിടെ നിൽക്കത്തില്ല എന്ന് പറയണം. ആ തന്ത്രത്തില് സരിയു വീണു. സരിയു പിന്നെ ഒന്നും മിണ്ടില്ല. മനുവേട്ടന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോളാൻ പറയണം. പിന്നീട് ചന്ദ്രസേനും രൂപയും കൂടെ വീട്ടിലേക്ക് വരിക. അപ്പൊ യാമിനി ഇന്ന് കഥ പറഞ്ഞു. ആഹാ രണ്ടുപേരും യാത്രയൊക്കെ സുഖമായിട്ട് വന്നേക്കുവാണെന്നൊക്കെ ചോദിക്കണം. സുഖമായിട്ട് ഇരിക്കുന്നൊക്കെ പറയണം. അതിനുശേഷം പറഞ്ഞു, അല്ല ഇവിടെ നടന്ന കാര്യങ്ങൾ വല്ലതും അറിഞ്ഞു നിൽക്കും. എന്ത് കാര്യങ്ങൾ അറിഞ്ഞേ? ഒന്നും പറഞ്ഞില്ലല്ലേ? ദേ കിരൺ മോനെ ആ സരിയു കൊല്ലാൻ ശ്രമിച്ചെന്ന് പറയാണ്. കൊല്ലാൻ ശ്രമിച്ചെന്ന്? അതെ കിരൺ മോനെ മാത്രമല്ല, ഇവിടെ പല സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ പറയാ. താരേനെ കൊല്ലാൻ ശ്രമിച്ചതും അതൊക്കെ എല്ലാം പറയണം. എല്ലാം കേട്ടിരുമ്പോൾ ചന്ദ്രസേൻ ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പകച്ച് നിൽക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഇനി ഇതിന് ശേഷം ബാലിന്റെയും ഗോമതിയുടെയും ഇഷിതയുടെ മഹേഷിന്റെയും അവരുടെ എല്ലാവരുടെയും വിശേഷം ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.